Hello friends, what's up? My name is Sujir. Welcome back to Creotopi. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, അതായത് ഗോൾഡൻ റേഷ്യോ ആണ് പറയാൻ പോകുന്നത്. അതായത് ഡിസൈനേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ അറിയുന്നതായിരിക്കും ഗോൾഡൻ റേഷ്യോ. അപ്പോൾ ഗോൾഡൻ റേഷ്യോ നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതായത് ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ഗോൾഡൻ റേഷ്യോ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈനിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ പ്രോപ്പർ ബാലൻസിൽ ഗോൾഡൻ റേഷ്യോ ക്രിയേറ്റ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. അതായത് ഡോക്യുമെൻ്റ് ഒരു 1920 ഈക്വൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു 1920 ഒരു ഡോക്യുമെൻ്റ്, പുതിയ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ്. സോ നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യാം. റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു 500 pixel, അതായത് 500 ഹൈറ്റും 500 വിഡ്ത്തും pixel നമുക്ക് എന്താക്കാം, ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രോക്ക് ഒരു 2px ആക്കി 2pt ആക്കിയിട്ട് എന്താക്കുക, ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇത് മതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 500 ഡബിളായിട്ട് സൈസ് എടുക്കുക. അതായത് 1000px × 1000px വിഡ്ത്തും ഹൈറ്റിലും നമ്മൾ എന്താക്കുക, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിനും നമ്മൾ 2pt സ്ട്രോക്ക് ചൂസ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റെക്റ്റാങ്കിളിൻ്റെ ഈ 2 കോർണറിലായിട്ട് അലൈൻ ചെയ്യാം. കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റ് ഷാർപ്പായിട്ട് എന്താക്കുക, അലൈൻ ചെയ്യാം. ഓക്കെ, അലൈൻ ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഫിൽ ആവശ്യമില്ല. നമുക്ക് ഫിൽ എന്താക്കുക, ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് ഷാർപ്പായിരിക്കണം. അതായത് 2 കോർണറും കറക്റ്റ് അലൈൻ ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് മാനുവലി പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ ഓപ്ഷൻ ഉണ്ട്. അതായത് മെനു ബാറിൽ വ്യൂവിൽ പോവാം. ഓക്കെ, സോ വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്നാപ്പ് ടു പോയിൻ്റ് ഉണ്ടും സ്മാർട്ട് ഗേറ്റും ഉണ്ട്. അതായത് സ്നാപ്പ് ടു പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിൽ കറക്റ്റ് ഓട്ടോമാറ്റിക്കലി അലൈൻ ആവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഷേപ്പർ ടൂൾ വെച്ചിട്ട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ട് റിമൂവ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷേപ്പ് ടൂള് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇല്ലുസ്ട്രേറ്ററിൻ്റെ റൈറ്റ് ടൂൾ ബാറിലുണ്ട് ഷേപ്പർ ടൂള്. അപ്പോൾ ഷേപ്പർ ടൂൾ എടുക്കുക. എന്നിട്ട് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ലൈൻസ് നമ്മൾ എന്താക്കുക, റിമൂവ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് 2 സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ പോവുക. മെനുവിൽ ഒബ്ജക്റ്റിൽ പോയതിന് ശേഷം ഇവിടെ എക്സ്പാൻഡ് ഓപ്ഷൻ കാണും. ഓക്കെ, എക്സ്പാൻഡിൽ പോവുക. അതിനുശേഷം ഒബ്ജക്റ്റ് മാത്രം ചെക്ക് ചെയ്തിട്ട് ഫില്ലും സ്ട്രോക്കും അൺചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് മാത്രം ചെക്ക് ചെയ്താണ്. ഇനി ഓക്കെ അടിക്കുക. ഇപ്പം നമ്മൾ 2 പാർട്ടും ഒബ്ജക്റ്റായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെയർ എടുത്തു കഴിഞ്ഞാൽ ലെയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ ഇത് ഒബ്ജക്റ്റായിട്ട് കിടക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പാർട്ടിനെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം
രണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടണിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പോൾ ഗ്രൂപ്പായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പോർഷൻ്റെ ഒരു കോപ്പി കൂടെ നമ്മൾ എടുക്കുക. ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേഷനാണ്. അത് പുതിയ ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് മാത്ത് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് പല വിഡ്ത്തിനെയും ഹൈറ്റിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പി എടുത്തതിൻ്റെ ഹൈറ്റ് വിഡ്ത്തും നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈറ്റിനെയും വിഡ്ത്തിനെയും 1.618 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൈറ്റും വിഡ്ത്തും നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ലോക്ക് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഡ്ത്ത് വാല്യൂ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റും അത് അപ്ലൈ ആകും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ പാർട്ട് നമ്മൾ ഈ ആദ്യത്തെ ബോക്സിൻ്റെ ഈ ടോപ്പ് കോർണറിൽ അലൈൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത ആ ഒരു പാർട്ടിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇതേ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ ഓരോ പാർട്ടും നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ആ ഓരോ ബോക്സിൻ്റെയും ആ കോർണറിൽ നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സിംബൽസിലേക്ക് ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. സെലക്ട് ഓൾ കൊടുക്കുക, എന്നിട്ട് കമാൻഡ് G വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്താൽ മതി. ഓക്കെ, വിൻഡോ മെനുവിൽ നമുക്ക് സിംബൽസ് എന്ന് കാണാം. താഴത്തായിട്ട് സിംബൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിലേക്ക് നമ്മൾ ഈ ആർട്ട് വർക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടാണ്. നിങ്ങൾക്കൊരു പ്ലസ് സൈൻ കാണാം, ഗ്രീന്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താക്കാം, നെയിം ചെയ്യാം. ഗോൾഡൻ റേഷ്യോ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിംബൽസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. സിംബൽസ് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെ ഡിസൈനിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോൾഡൻ റേഷ്യോ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് അഡോബി ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ഗോൾഡൻ റേഷ്യോ ക്രിയേറ്റ് ചെയ്ത ഈ ഗോൾഡൻ റേഷ്യോ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെരി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സി യു, ബൈ.